ഇതൊക്കെ അമ്മക്ക് എന്ത് കോരാനാ? എനിക്ക് കാണുമ്പോ കൗതുകം. അപ്പ വീട്ടിലില്ലാത്ത ഒരു ദിവസം രാത്രിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അത്താഴ ഊണില്ല. ഇല്ല. എന്താന്ന് പറഞ്ഞോളൂ. ഇനി ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഡിന്നറിന്. അമ്മ നിലത്തിരിക്കുന്നതിന്റെ ചേതോ വികാരം എന്താണ്? ഇത് എല്ലാ ദിവസവും ചെയ്യണ കാര്യാട്ടോ. എല്ലാ ദിവസവും രാവിലെ ഞങ്ങള് നോർമൽ ഡേയില് ഒരു 11 ആകുമ്പോഴത്തേക്കും അടുക്കളയിലെ പരിപാടി കഴിയും. പിന്നെ 12:30 ചോറ് വാർക്കലേ ഉള്ളൂ സാധാരണ ഡേയില്. അപ്പൊ അങ്ങനെയുള്ള ഡേയില് കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ പരിപാടി ചുമ്മാ ഒന്ന് കാണിക്കണതാണ്. ഇന്ന് കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ച് വൃത്തികേടായതുകൊണ്ട് ഒന്ന് തുടയ്ക്കുക. നാളെ കഴിഞ്ഞ ആഴ്ചയെ ഞാൻ മുളന്തുരുത്തിക്ക് പോയപ്പോ നമ്മുടെ ഷൈനിൽ പോയായിരുന്നു, ഷൈൻ സ്റ്റോഴ്സിൽ. വെറുതെ ഇടയ്ക്ക് ചെല്ലുമ്പോ അവിടെ കയറും. വേറെ ഒരു സാധനം മേടിക്കാൻ പോയതാ നോൾട്ടയുടെ. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മുടെ ഈ വൈറ്റ് ബൗള് പോലെ തന്നെയുള്ള ബ്ലാക്ക് അല്ല വേറൊരു വൈറ്റ് ഉണ്ട് കാണിക്കാം. അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇത് സെൻട്രൽ മാളിലേത് ഇതിന്റെ തന്നെ ബ്ലാക്ക് സിൽക്കന്റെ സ്പാറ്റില. ഇതൊക്കെ അമ്മക്ക് എന്ത് കോരാനാ? എനിക്ക് കാണുമ്പോ കൗതുകം. പലതും കോരാനും ഇളക്കാനും ഉണ്ടെന്നേരം കാണിക്കാം. ഇതിന് എത്ര രൂപയായി? ഇതിന് 152. ഇത് 220 230 ഏതാണ്ടാണ്. എങ്ങനെയാണ് എടുത്ത റേറ്റ്? അപ്പ വീട്ടിലില്ലാത്ത ഒരു ദിവസം രാത്രിയിൽ ഡിന്നർ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിന്നർ. അതെ. നിങ്ങളിനി ആരും ഭയപ്പെടണ്ട. അപ്പ വീട്ടിലില്ലാതിരിക്കുന്ന ദിവസം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ 2 കിലോമീറ്റർ അകലെ ഒരു കല്യാണ പരിപാടി ഉണ്ട്, അതിന് പോയേക്കുവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് വേറെ കുഴപ്പമില്ല. ഞങ്ങള് പോകേണ്ടതാണ്. നൈറ്റ് ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാട്ടോ. ഞങ്ങള് എല്ലാവരും പോകേണ്ടതാണ്. ഇവിടെ അടുത്ത ഒരു വീട്ടിലെ തന്നെ ഒരു കല്യാണ പരിപാടിയാണ്. 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു. അപ്പൊ വൈകിട്ട് അപ്പ അവിടെ നിന്നാ ഫുഡ്. ഇപ്പൊ പോയുള്ളൂ 8 മണി 8:10. ഇച്ചിരി നേരത്തെ പോയേനെ. അപ്പൊ ഞങ്ങളുടെ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിപ്പൊ ഇറങ്ങിയുള്ളൂ. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ ഡ്രസ്സ് മാറിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അത്താഴ ഊണില്ല. എന്താന്ന് പറഞ്ഞോളൂ. എന്താണ് പകരം എന്താന്ന് പറഞ്ഞോളൂ. പകരം എന്താ കഴിക്കണേന്ന് പറ. ദോശ. കുട്ടി ദോശ. ചട്ടി ദോശ. അതേ ആയിക്കൊണ്ടിരിക്കുവോ. ഇത് എടുത്തോണ്ട് വെച്ചേട്ടോ കോരാനുള്ള കയ്യിലേ. അതെ. കുട്ടി ദോശ, ചട്ടി ദോശ എന്ത് വേണമെങ്കിലും പറയാം. ചുമ്മാ പറഞ്ഞ കേട്ടോ ചട്ടി ദോശ. ഒരേ തമാശല്ലേ. ഓക്കെ, റൈമിങ്ങിന് വേണ്ടി പറഞ്ഞ. അതെ. ഞങ്ങളെങ്ങനെ പറയുമ്പോ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങളും ഓരോ കമന്റുകൾ പറയുക. തമാശ പറഞ്ഞതാ. അതെ. ഓരോന്നെ തുടങ്ങാം. ഞാൻ ഒരു ഒഴിച്ച് പോടെ വീണതാ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനെങ്ങാനും കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ആരായാലും ഞാൻ അപ്പ തന്നെ ഇത് ക്ലീൻ ആക്കും. എടുക്കുവാണേ. നല്ല പൂ പോലെ സോഫ്റ്റ് ആൻഡ് മാർദ്ദവുമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഇത് കാണുമ്പോ ഇല്ലേ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുട്ടിദോശയാന്ന്, പരത്തുന്നില്ലാന്ന്. ഇത് കാണുമ്പോ ഓരോരുത്തർ ചോദിക്കും അപ്പമാണോന്ന്. അപ്പമൊന്നുമല്ല, കുട്ടിദോശ. ഇത്രേ പരത്തോളൂ. മറിച്ചിടാറുമില്ല. അല്ല ദോശ മറിക്കണവരുണ്ടല്ലേ? ഉണ്ട്. കാരണം അമ്മ മറിക്കാത്ത എന്താന്ന് വെച്ചാ ആ ഗോൾഡൻ കളർ വരുന്നത് അമ്മക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. അതുകൊണ്ടാ. പിന്നെ വേവും നന്നായിട്ട്. അപ്പൊ പിന്നെ മറിച്ചില്ലേലും കുഴപ്പമൊന്നും. വേറൊരു കാര്യമുണ്ട്, ഹോൾസ് വരുമ്പോ ഇങ്ങനെ അടയ്ക്കുക. ഈ ഒരു ദിവസം ഞാൻ പരത്തി കാണിച്ചു തരാം. ഞങ്ങള് പരത്തി ചുടാറുണ്ട്. ഇനിയിപ്പൊ അപ്പം പോലെ ചുടുന്നത് എന്താന്നുള്ള ചോദ്യം വരണ്ട. ഞാൻ പരത്തി ഒരെണ്ണം ചുടാട്ടോ. നിനക്ക് ഇങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനത്തെ വെച്ചത്. ഞാൻ എന്തേലും ചുടുമ്പോ അങ്ങനത്തെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കണതും കാണിക്കാം. എനിക്ക് 2 മതി കേട്ടോ. 2 മതിയോ? ചമ്മന്തി കൂട്ടി കഴിക്കണ കാണിക്കണം കേട്ടോ. എനിക്ക് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചമ്മന്തി ഒന്ന് കാണിച്ചേ. പ്രാണി വീഴും. ഇപ്പൊ കാണിക്കാട്ടോ. ഇങ്ങോട്ട് വെച്ചേച്ച് കാണിക്കാം. പ്രാണി വീഴും. അതാ നിറയെ ഹോൾസ് വന്നു. എടുത്തോട്ടെ. ഓ, സോഫ്റ്റ്നെസ് കൊണ്ട്. അപ്പൊ തന്നെ ഇടണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഞാൻ പരത്തി സാധാരണ ദോശ ചൂടുന്നത്. പക്ഷെ നിനക്കത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൗണ്ട് ആക്കി അങ്ങനെ എടുത്തത്, അപ്പം പോലെ ആക്കിയത് കേട്ടോ. ഇനി നമുക്ക് കഴിക്കുമ്പോ കാണിക്കാം. അടയ്ക്കട്ടെ. ഒരാഗ്രഹം, ഒരു വലുത് നിന്റെ പ്ലേറ്റിൽ വെക്കണമെന്ന്. എനിക്ക് 2 മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരു വലുതും ഒരു ചെറുതും ഇരിക്കട്ടെ. വെച്ചേക്കട്ടെ. അപ്പയ്ക്കാണെങ്കിൽ ചെറുത് തന്നെയാ ഇഷ്ടം. ഇഷ്ടം. വലുതൊന്നും അപ്പയ്ക്ക് ഇഷ്ടമല്ല. അത്ര ഇഷ്ടമല്ല. ഓ,
ഭയങ്കര സോഫ്റ്റ് അതാണ്. മടങ്ങാതെ ഇടാട്ടോ. ഇനി തക്കാളി ചമ്മന്തി ഊട്ടി കഴിക്കണ കാണിക്കാം അല്ലേ? അതെ. അപ്പൊ ദേ നല്ല ചൂട് ചൂട് ദോശ ഞാൻ ഉണ്ടാക്കിയ, അയ്യോ ലൈറ്റ് ഇട്ടില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചട്നിയാണ്. ദേ ഇത് അമ്മ ഉണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി. ദേ കഴിക്കാം. പോരെ പോരെ. ആ വേണ്ട. കാണിക്കാം. അതെ ഇതെടുക്കണില്ലേ തക്കാളി ചമ്മന്തി? എനിക്ക് അതിലും ഇഷ്ടം തേങ്ങാ ചമ്മന്തി. എനിക്ക് പക്ഷെ ദോശയുടെ ഇവിടെ ഇഷ്ടം തക്കാളി ചമ്മന്തിയാ. കഴിക്കാം. ഇനി ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഡിന്നറിന്. നേരത്തെ കഴിക്കുമെന്ന് 8 മണിക്കാണ്. 8 മണിക്ക് മുന്നേ കഴിക്കണം ശരിക്കും. അതൊന്നും നടക്കൂല. 8 കഴിഞ്ഞിട്ട് എന്നും കഴിക്കാം. പൂ പോലെ. മറ്റേത് കൂട്ടി കഴിച്ച് കാണിച്ചു തരാം. തക്കാളി ചമ്മന്തി കേമനാട്ടോ. നല്ലതാ. ചമ്മന്തിയാ. അപ്പൊ ദേ എന്തൊരു സോഫ്റ്റാ നോക്കി ദോശ കണ്ടോ. തൊടുമ്പോഴേക്കും ദേ കീറിപ്പോന്ന ടൈപ്പ് ദോശ. അത്രയും സോഫ്റ്റ് ആട്ടോ ഇത്. കണ്ടോ ഇതിങ്ങനെ കാണിച്ചാൽ മതി, അപ്പോഴേക്കും വലിഞ്ഞു പോരും. അത്രയും സോഫ്റ്റാ. ദേ ഇതെടുക്കുക, കൂട്ടി കഴിക്കുക. കണ്ടോ ഇത് പുളിയാട്ടോ. എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നല്ലതാ. പക്ഷെ പുളി ചേർത്തോണ്ടാണ് നന്നായത്. അതെ അരച്ചപ്പോഴാണ് ചേർത്ത. അതെ നല്ലതാ. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി പുളിയുള്ളതൊക്കെ ഇഷ്ടാട്ടോ. അമ്മച്ചിയുടെ പോലെ. അമ്മച്ചിയുടെ ടിപ്പിക്കല. അതെ 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 അതെ. എനിക്ക് ഇതിൻ്റെ കൂടെ ഈ തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇങ്ങനെ അധികം ഹോട്ടലിൽ നിന്നൊക്കെയല്ലേ കഴിക്കാറുള്ളൂ. ഇത് പുളിയുള്ളതുകൊണ്ട് എനിക്കിത് ഇഷ്ടം. നല്ല ദോശ. സോ സോഫ്റ്റ്. ദോശയെ പറ്റി പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു പോരുക. അപ്പയ്ക്കും ഇത് മിസ്സായി. കല്യാണത്തിന് പോയത് കൊണ്ട് അപ്പ അവിടെ നല്ല ഫുഡും ആയിരിക്കും. ഇനി ദോശ കഴിക്കില്ല എന്തായാലും. അതെ. അല്ലെങ്കിൽ കഴിച്ചേനെ. ഞാൻ പറഞ്ഞ ഓർണെങ്കിലും കഴിച്ചു. അന്നേരം പറഞ്ഞു വേണ്ട, സമയം ഇപ്പം ലേറ്റ് ആയി, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളും പോകാനിരുന്നതാ, പക്ഷെ സമയം പല പല കാരണങ്ങളാൽ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഇത്ര സമയമായില്ലേ. അപ്പൊ റെഡിയാക്കി ആകുമ്പോഴേക്കും നേരം വൈകും. അവിടെ 8:30 വരെയാണ് ടൈം. 8:30 എന്ന് പറഞ്ഞാൽ 9 വരെ. കുഴപ്പമില്ല. വളരെ നാളുകൾ കൂടി ബന്ധുക്കൾ വന്നാണ്. ഇവന്റെ ബന്ധുക്കൾ ഒരുപാട് നാൾ കൂടി വന്ന. അപ്പൊ കുറച്ച് സമയം ചെലവഴിച്ചു. നല്ല. ഞാൻ ചൂടാറാതെ ദോശ കഴിക്കുക കേട്ടോ. അങ്ങനെ നീ 2 ദോശ, ഞാൻ 3 ദോശ കഴിച്ചു. ഇന്നത്തെ ഡേ തീരുവാണ്. സൺഡേ ഡിസംബർ 28. സോറി, ഡിസംബർ അല്ല, ജനുവരി 28 പറഞ്ഞു പറഞ്ഞിപ്പോ അങ്ങനെയായി. അപ്പൊ ഇനി പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കുക, മേശയെല്ലാം ക്ലീൻ ആക്കുക, അവിടെ ഇരിക്കുക. അപ്പൊ വരും കുറച്ചു നേരം കഴിയുമ്പോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പയ്ക്ക് ഭക്ഷണം അവിടെ നിന്നാണല്ലോ കഴിഞ്ഞ് കിടക്കുക. ശുഭരാത്രി. അതെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. ബൈ ബൈ. ബൈ ബൈ. മുടി ഞെങ്ങും എൻ്റെ. അകപ്പാടെ ഇച്ചിരി പപ്പത്തുത്തേ ഉള്ളൂ. അമ്മ നിലത്തിരിക്കണേന്റെ ചേതോ വികാരം എന്താണ്? പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അതെ. അപ്പൊ വന്നു, നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കുറെ ബന്ധുക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുറെ ബന്ധുക്കള് നമ്മളെ എല്ലാരും തിരക്കി. ഫുഡ് എന്തൊക്കെയായിരുന്നു അപ്പേ? ആണോ? ആരായിരുന്നു കേറ്ററിങ്? ചോറും കറി തകർത്തു. ഡെസേർട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാലേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത് അമ്മയുടെ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അപ്പ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് കഴിയുമ്പോഴും അമ്മ ഇതുപോലെ ഓരോ വിശേഷങ്ങളും ചോദിക്കും. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാൻ അപ്പയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും അമ്മയ്ക്കത് ഇഷ്ടമായതുകൊണ്ട് അപ്പം അവിടുത്തെ ഡീറ്റെയിലിംഗ് എല്ലാം ശ്രദ്ധിച്ച്
ഓൾ ടുഗദർ ഒന്ന് വന്നിട്ട് പറയൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കത് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ പെൺകുട്ടിയുടെ ഡ്രസ്സ്, മേക്കപ്പ്, പിന്നെ അതുപോലെ കസിൻസിൻ്റെ ഡ്രസ്സ്, അതിനെപ്പറ്റിയൊക്കെയാണ് അമ്മ കൂടുതലും ചോദിക്കുക. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ആ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അമ്മ പോയിട്ട് വരികയാണെങ്കിൽ അമ്മ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് വന്നിട്ട് പറയും കേട്ടോ. അപ്പം നമുക്കതൊരു പിക്ചറൈസ് ചെയ്ത ഒരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കുന്നതിനോട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. രസമല്ലേ?